ഹായ് ഹലോ, നമുക്കിന്ന് പൂമ്പാറ്റ പോലെ പൂക്കളുണ്ടാകുന്ന ഈ ചെടിയൊന്ന് കണ്ടാലോ? പല കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 5 കളേഴ്സാണ്. 5 വെറൈറ്റി കളേഴ്സ്. ഏതെങ്കിലും 5 വെറൈറ്റി ആയിരിക്കും. നമ്മൾ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് അയക്കുന്നത്. അപ്പോൾ പൂ വിരിയുന്നത് നോക്കി ഏറ്റവും ഭംഗിയായിട്ടുള്ള 5 വെറൈറ്റീസ് ആയിരിക്കും എല്ലാവർക്കും അയച്ചു തരാം കേട്ടോ. ഇനി ഈ പ്ലാന്റിൻ്റെ സൈസ്, നമുക്ക് ഈ ഡയാന്തസ് എന്ന് പറയുന്ന ചെടി പല സൈസിലുള്ളത് കിട്ടും. ഇതിൻ്റെ പകുതി വലിപ്പമുള്ളതും 3-1 വലിപ്പമുള്ളതും 4-1 വലിപ്പമുള്ളതും ഒക്കെ ആയിട്ടുള്ള ചെടികൾ കിട്ടും. അതിനൊക്കെ പലതിനും പല റേറ്റ് ആയിരിക്കും. ഇതിൻ്റെ 1-2 ഷൂട്ടുകൾ വെച്ചിട്ടുള്ള ചെടികൾ വിത്ത് ഫ്ലവർ ആയിട്ടുള്ളതൊക്കെ ചെറിയ പ്രൈസിൽ നമുക്ക് കിട്ടും. അതിൻ്റെ 10 വെറൈറ്റിക്കൊക്കെ ചിലപ്പം ചെറിയ പ്രൈസേ വരുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നല്ല ബുഷായിട്ടുള്ള ചെടിയാണ്. ഇങ്ങനെയുള്ള ചെടികൾ തന്നെ അയക്കാനുള്ള കാരണം, ഇത്രയും ഉള്ള ചെടിയാകുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ചെടികൾ നാശമായി പോയാൽ പോലും നല്ലൊരു ഭാഗം ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ചുവട്ടിലെ ആ ഒരു ഷൂട്ട്സ് ഒന്ന് നോക്കിക്കേ, നിറയെ തിങ്ങി വളർന്നിരിക്കുന്ന ചെടികളാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഈ 5 വെറൈറ്റി ആയിട്ടുള്ള ഡയാന്തസ് പ്ലാന്റിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. നമ്മുടെ സാധാരണ മണ്ണിൽ ചെറിയ അളവിൽ അടിവളം മിക്സ് ചെയ്ത് കുറച്ച് കൊക്കോപീറ്റും മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റ് നട്ട് വളർത്താവുന്നതാണ്. അതിമനോഹരമായിട്ടുള്ള പൂക്കളാണിത്. ഇതിൽ സിംഗിൾ ലെയറിലുള്ള പ്ലാന്റ്സ് മാത്രമാണുള്ളത്. സിംഗിൾ ഷെയ്ഡും ഡബിൾ ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള പൂക്കളാണ്. വൈറ്റിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസും റെഡിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസും മജന്തയും റോസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ മണ്ണിൽ ചെറിയൊരു നനവുണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പ്ലാന്റ് നാശമായി പോകും. അതുപോലെ തന്നെ നല്ല സൺലൈറ്റിലിരുന്ന് വേണം ഈ പ്ലാന്റ് വളരാൻ. അപ്പോൾ നമ്മൾ കുറച്ച് മിക്സോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ ആ ഒരു മിക്സോട് കൂടി തന്നെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് നടാൻ ശ്രദ്ധിക്കുക. ചിലർ നമ്മൾ അയക്കുന്ന ആ ഒരു പോട്ടി മിക്സ് കഴുകി കളയാറുണ്ട്. അങ്ങനെ കളയുമ്പോൾ ഇതിൻ്റെ റൂട്ടിന് ഡാമേജ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണ്ണിൽ ചെറിയൊരു വളവും കൊക്കോപീറ്റും ആഡ് ചെയ്തിട്ടുള്ള മിക്സാണ്. അതുകൊണ്ട് ചെടികൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 2 മാസമൊക്കെ കൂടുമ്പോൾ ചോട് ചേർക്കാതെ ചെറിയ വളങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പോട്ടിൻ്റെ സൈഡിലൂടെ മാത്രം വളങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇലകളിൽ എന്തെങ്കിലും ഇലപ്പുള്ളി രോഗങ്ങൾ പോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലകൾ കട്ട് ചെയ്ത് മാറ്റുക. നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ഇതിൽ വലിയ കീടബാധകളൊന്നും വരാറില്ല. ആകെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളിൽ ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡിലുള്ള പുള്ളികൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഇലകൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ മറ്റുള്ള ചെടികളിലേക്ക് ഈ പ്രശ്നം വരാതിരിക്കും. അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ കെയറിങ്ങിൽ വളർത്താം. പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ.